എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബോളിവുഡ് വേൾഡിലെ നമ്മൾ 10 രാജ്യങ്ങൾ കണ്ടല്ലോ. ഇനി അവിടെയുള്ള ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് എന്റർടൈൻമെന്റുകളാൽ നിറഞ്ഞ ഒരു ലോകം തന്നെയാണ് ബോളിവുഡ് വേൾഡ്. എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും സെറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര പച്ചിപ്പുകളാണ്. നന്നായിട്ട് നാച്ചുറൽ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. യുഫോർബിയ, പിന്നെ മറ്റേ കള്ളിമുൾ ചെടികൾ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ ക്യാക്ടസ്, യുഫോർബിയ, അങ്ങനെ ഇഷ്ടം പോലെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ബോഗൺ വില്ലകളുടെ ഒരു വലിയ കളക്ഷനിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 രാജ്യങ്ങളുടെ കാഴ്ചകൾ മാത്രമല്ല, ഒരുപാട് എന്റർടൈൻമെന്റുകൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ബോളിവുഡ് ഉള്ളിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെ കണ്ടാൽ നമ്മൾ കുട്ടികൾ ഭയപ്പെടുമെന്ന് വിചാരിക്കും. പക്ഷെ ഒരുപാട് കുട്ടികൾ അതിൻ്റെ അടുത്ത് പോയി കളിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ഒരു മാസ്ക് വെച്ച രൂപം കണ്ടാലും കല്യാണിക്ക് പേടിയാണ്. അതുകൊണ്ട് കല്യാണി അധികം പോകാറില്ല. നമ്മൾ അവിടെ പോയി നിന്നോ, നമ്മൾ പേടി മാറ്റാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. അടുത്ത് പോയി നിന്നേ, നമ്മൾ ഫോട്ടോ എടുക്കാന്നൊക്കെ പറയും. കളിക്കാൻ പറ്റുന്ന ഒരിടം കിട്ടിയപ്പോഴത്തേക്ക് കല്യാണി നേരെ അങ്ങോട്ടാണ് ഓടിയത്. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ആൾ എൻജോയ് ചെയ്തു. അതിന് മുകളിൽ കയറാനൊക്കെ ശ്രമിച്ചു. നിറയെ ഗെയിമിങ് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ ബോൾ എറിഞ്ഞാൽ നമുക്കിതുപോലൊരു ബലൂൺ പോലൊരു സംഭവം കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടിയത് എല്ലാ പ്രാവശ്യം ബോളിവുഡ് വരുമ്പോഴും കളിക്കാറുണ്ട്. സാധാരണ ഒന്നും കിട്ടാറില്ല. നമ്മളുടെ പൈസ പോകുന്നത് വെറുതെ എന്ന് മാത്രമേ ഉള്ളൂ. ബനാനയെങ്കിൽ ബനാന, ഒരു സമ്മാനം കിട്ടിയതല്ലേ. പിന്നെ ഇത് കൈ വെച്ച് നടക്കുന്നതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ ഒരു രസം, നമുക്കൊരു സന്തോഷമാണല്ലോ ഇതൊക്കെ. കല്യാണി അതിൻ്റെ കയ്യിലിരിക്കാനേ സമ്മതിക്കുന്നില്ലായിരുന്നു. കല്യാണി അത് വേണ്ടാന്ന് പറയുന്നു. പിന്നെ കല്യാണിക്ക് വേണമെന്ന് പറയുന്നു. അത് കല്യാണി പിടിക്കാന്ന് പറയുന്നു. ഇതെല്ലാം ആൾക്ക് മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. അത് കൈ കിട്ടിയപ്പോൾ തൊട്ട് കല്യാണി വേണ്ടാന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, കല്യാണിക്ക് വേണ്ടെങ്കിൽ വേണ്ട, അമ്മയ്ക്ക് വേണം, അമ്മയ്ക്ക് കിട്ടിയതല്ലേ, അമ്മ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ഒന്ന് ചിണുങ്ങുമൊക്കെ ചെയ്തു. അങ്ങനെ കൂടുതൽ ആൾ കരഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ആളുടെ വാശിക്ക് നിന്ന് കൊടുക്കാറില്ല അധികമായിട്ട്. കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ കൂടെ നിന്ന് അധികം സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം അത് നമ്മൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു. കല്യാണി കാല് കഴിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പപ്പ എടുക്കേണ്ടി വന്നു. അങ്ങനെ മനോഹരമായ ബോളിവുഡ് വേൾഡിലെ കാഴ്ചകൾ ഒരുപാടാണ് ഉള്ളത്. 10 രാജ്യങ്ങൾ മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ട്. എല്ലാം ഒരു രസം തന്നെയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ എന്താ ഇതിന് പറയുന്നതെന്ന് ഞാൻ മറന്നുപോയി. ഇങ്ങനത്തെ ഒന്ന് കല്യാണിയെ കൊണ്ട് ഒന്ന് വാങ്ങിപ്പിക്കണമെന്ന്.
ഈ കല്യാണിക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അമ്മേ തരുന്നില്ലല്ലോ അമ്മേ, അതെന്താ അമ്മ അങ്ങനെ എന്ന് മാത്രമേ ആള് ചോദിച്ചേ ഉള്ളൂ. ആൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഫുൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് ചെറിയ ബോർഡുകൾ സെറ്റ് ചെയ്തേക്കുവാണ്. കുട്ടികൾക്ക് ഇതിനുള്ളിൽ ഓടിക്കളിക്കാൻ പറ്റും. ഹായ് ഹായ്. ഇവിടുന്ന് നമ്മൾ കയറാൻ പോകുന്നത് ഒരു വിശാലമായ അക്വേറിയം സെറ്റ് ചെയ്തേക്കുന്നിടത്തോട്ടാണ്. ഒരുപാട് തരത്തിലുള്ള മീനുകൾ അക്വേറിയങ്ങളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനു fish. Shark. ഇവിടെ കണ്ടപ്പോഴേ കല്യാണി പറഞ്ഞു അമ്മ എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ ഫോട്ടോയ്ക്ക് പോയി നിന്നു. ഞാൻ വീഡിയോ ആണ് എടുത്തത്, ഫോട്ടോ എടുത്തില്ല. അപ്പം വീഡിയോയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കല്യാണിയുടെ കൂട്ടുകാരി എത്തി, പിന്നെ രണ്ടാളും കൂടി നിർത്തി വീഡിയോ എടുത്തു. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്, അവർ ഹാപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോയോട് കൂടി ബോളിവുഡ് വേൾഡിലെ വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ.